DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 30 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: സ്വകാര്യ ആശുപത്രികളിലെ ജീവനക്കാരുടെ വേതനം 1 മാസത്തിനുള്ളിൽ പരിഷ്കരിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കും. ഇപ്പോഴുള്ള വേതനത്തിൽ 60% വരെ വർധനയ്ക്കാണ് ശുപാർശ. ശനിയാഴ്ച സ്വകാര്യ ആശുപത്രികളുടെ വ്യവസായ ബന്ധ സമിതി യോഗത്തിൽ വേതന പരിഷ്കാരം 1 മാസത്തിനുള്ളിൽ വിജ്ഞാപനം ചെയ്യാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്തറിയിപ്പ്: സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരുന്ന വിലയിൽ ഇന്നലെ മുതൽ പ്രകടമായ മാറ്റം ദൃശ്യമായിരുന്നു. ഇന്നലെ മാത്രം ഉച്ചയ്ക്കും വൈകുന്നേരവുമായി 1800 രൂപയുടെ കുറവാണ് വിപണിയിൽ ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും വൻ വിലയിടിവ് സംഭവിച്ചിരിക്കുന്നത്. ഇതോടെ ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും 1 ലക്ഷത്തിന് താഴേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് 1 പവൻ സ്വർണത്തിന് 2240 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ വിപണിയിൽ 1 പവൻ സ്വർണത്തിന്റെ വില 99,880 രൂപയായി താഴ്ന്നു. 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് 12,485 രൂപയാണ് വില. അടുത്തറിയിപ്പ്: ജനുവരി 1 മുതൽ രാജ്യത്തെ ബാങ്കിംഗ് രംഗത്ത് വിവിധ സുപ്രധാന മാറ്റങ്ങൾ നിലവിൽ വരുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്ക് ഒരു വലിയ വിഭാഗം മാറിയതോടെ ഈ രംഗത്താണ് കൂടുതൽ മാറ്റങ്ങൾ വരുന്നത്. സീറോ ബാലൻസ് അക്കൗണ്ടുകളിലും ഉപഭോക്താക്കൾക്ക് വലിയ സൗജന്യങ്ങൾ നൽകുന്നതായിരിക്കും മാറ്റങ്ങളെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. അടിസ്ഥാന സേവിങ്സ് അക്കൗണ്ടായ സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്ക് കൂടുതൽ പരിധിയില്ലാതെ പണം നിക്ഷേപം, സൗജന്യ ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ചെക്ക് ബുക്ക്, ഇന്റർനെറ്റ് മൊബൈൽ ബാങ്കിംഗ് സേവനം, സൗജന്യ പാസ്ബുക്ക്, പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് എന്നിവയെല്ലാം ലഭ്യമാക്കണമെന്നാണ് വ്യവസ്ഥ. അടുത്തറിയിപ്പ്: ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകൾ മുൻഗണന PHH പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി നാളത്തോടെ അവസാനിക്കുകയാണ്. ഡിസംബർ 31 വൈകിട്ട് 5 വരെ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സമർപ്പിക്കാവുന്നതാണ്. അടുത്തറിയിപ്പ്: സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്ന 8 ലക്ഷത്തോളം പേർക്ക് തുക അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല. ഡിസംബറിലെ പെൻഷനിലെ കേന്ദ്രവിഹിതമായി നൽകേണ്ട 24.75 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിരുന്നു. ഈ തുക 8,46,456 പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ ഡിസംബർ 15-നുള്ളിൽ തന്നെ മുഴുവൻ പേർക്കും തുക ലഭ്യമാക്കത്തക്ക രൂപത്തിൽ സംസ്ഥാന സർക്കാർ കൈമാറിയ തുകയാണ് മാസാവസാനമായിട്ടും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്താത്തത്. വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവയിലാണ് 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്രവിഹിതമുള്ളത്. ഈ തുകയാണ് മുടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എല്ലാവർക്കും അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് 1500 മുതൽ 1800 രൂപ വരെയൊക്കെയാണ് കേന്ദ്രവിഹിതം കൈപ്പറ്റുന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. വിതരണം തടസ്സപ്പെട്ടതിന്റെ കാരണം കേന്ദ്രം വ്യക്തമാക്കണമെന്നും അടിയന്തരമായി തുക നൽകി തീർക്കണമെന്നുമാണ് സർക്കാരിന്റെ ആവശ്യം. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.